ഇന്ന് ബുധനാഴ്ച വൈകുന്നേരമാണ് കേട്ടോ. സ്കൂളൊക്കെ വിട്ട് വന്നേക്കാനും ചെറിയ ആൾ പുസ്തകമൊക്കെ എടുത്തിട്ടിരിക്കുകയാണ്. ഇന്ന് സ്കൂളിൽ പോയിട്ട് എന്തോ ടീച്ചർ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ കളറിങ് ചെയ്യാനുള്ളതായിരുന്നു. അപ്പോൾ കുറേ വർക്കുള്ള കാരണം ഞാൻ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് കുറച്ച് പെൻഡിങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓളെ കളർ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൂത്താളെടുത്ത് പറഞ്ഞു പോയി പാല് വാങ്ങിച്ചിട്ട് വായോന്ന്. അവൾക്ക് 4:45 മദ്രസയ്ക്ക് പോകാണ്ട്. അപ്പോൾ കുളിക്കുന്നതിൻ്റെ മുന്നേ വേഗം പാല് വാങ്ങിച്ചു കൊടുത്തിട്ട് ഓളെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഫുഡ് വേഗം കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിന് പറഞ്ഞേക്കാം കേട്ടോ. നിനക്ക് ഞാനും ഉണ്ട് പറഞ്ഞിട്ട് ചെറിയ ആളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ വേണമെങ്കിൽ വായോ പറഞ്ഞിട്ട് മുന്നിൽ ഓൾ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഓടിപ്പോയിട്ട് കൈയൊക്കെ പിടിച്ചിട്ട് നല്ല കുട്ടികളായിട്ട് പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ക്യാമറ കണ്ടപ്പോൾ ടാറ്റൊക്കെ കാണിച്ചു തരികയാണ് കേട്ടോ. അങ്ങനെ നല്ല കൈയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ആ വരവ് കണ്ടിട്ടുണ്ട് എന്ന് വെച്ചെങ്കിൽ വിചാരിക്കും എന്ത് സ്നേഹത്തിലുള്ള മക്കളാണെന്നല്ലേ. ചിലപ്പോൾ കീരും പാമ്പും കൂടിയിട്ടുള്ള തല്ലേക്കാണ് കേട്ടോ. എല്ലാ വീട്ടിലും അങ്ങനെ തന്നെയാക്കാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പാലൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഒരിടെ ഞാൻ കുളിക്കാൻ പോകാൻ പറഞ്ഞിട്ടോ. ഒരാൾക്ക് ബുൾസയും പാലും ഒരാൾക്ക് മാഗിയും മതി എന്നാണ് പറഞ്ഞിട്ടോ. അപ്പോൾ പാലും മുട്ടയെടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നപ്പോഴാണ് മരുന്നിരിക്കുന്നത് കണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു വിചാരിച്ചിട്ടോ. എല്ലാവരുടെയും ഫ്രിഡ്ജിൽ എന്താ പറയുക മിഠായും പച്ചക്കറിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അല്ലേ ഉണ്ടാവുക. ഇവിടെ ഫുള്ള് മരുന്നേക്കാരട്ടോ അധികം. ഇന്നിപ്പോൾ കുറച്ചേ ഉള്ളൂ, മാസാവസാനമായാലോ. അങ്ങനെ പാലൊക്കെ എടുത്ത് തിളപ്പിക്കാൻ വെച്ച് ഒരു ഗ്യാസിൽ മാഗി വെച്ചിട്ടുണ്ട് കേട്ടോ. മാഗി അവിടെ റെഡിയാക്കാൻ വേണ്ടി വെച്ചപ്പോഴത്തേന് പാൽ ഇവിടെ തിളച്ച് പൊന്നിട്ടുണ്ട്. പാലിങ്ങനെ തിളച്ചിങ്ങനെ വരുന്നത് കാണാൻ നല്ല രസമാണല്ലേ. ഇതൊക്കെ നോക്കിക്കാൻ നല്ല ഇഷ്ടമുണ്ട് കേട്ടോ. അത് അവിടെ പാലൊക്കെ റെഡിയായി അതിൽ പഞ്ചസാരൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചപ്പോഴത്തേന് ഇപ്പുറത്ത് മാഗി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ മാഗിയൊക്കെ പാത്രത്തിലാക്കി പിന്നെ അടുത്തത് ബുൾസൈ ഉണ്ടാക്കുന്ന പരിപാടിയില്ലേ, അതുണ്ടാക്കാൻ ഭയങ്കര ടാസ്ക് കേട്ടോ. അതിൻ്റെ ആ ഉണ്ണി പൊട്ടാതെ ഒരു പാത്രത്തിൽ കിട്ടണം. ഉണ്ണി പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇവിടെ യുദ്ധമാക്കാൻ. ഒരു ദിവസം സ്കൂൾ വിട്ട് വന്നിട്ട് ഇതേപോലെ ബുൾസൈ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടാൾക്കും അതുണ്ടാക്കിയിട്ട് ടേബിളിൽ ഞാൻ കൊണ്ടു വെച്ചെടുത്തു. രണ്ടും പൊട്ടാതെ തന്നെ കൊണ്ടു വെച്ച് ചെറിയ ആൾ എന്താട്ടിക്കണം മൂത്താളുടെ പ്ലേറ്റത്തെ ഉണ്ണേണ്ട് പൊട്ടിച്ചിട്ട് മറ്റേ പൊട്ടാത്ത ഉണ്ണി എടുത്തിട്ട് ഓൾ കഴിക്കാൻ നിൽക്കണം. അതിനിവിടെ ഒരു യുദ്ധം നടന്നിരിക്കണം കേട്ടോ. പിന്നെ ബുൾസയിൽ ഞാൻ ഉപ്പ് മാത്രമേ ഇടുള്ളൂ, കുരുമുളക് പൊടി ഇടാറില്ല കേട്ടോ. അവൾ ചെറിയ കുട്ടിയല്ലേ, പിന്നെ അവൾക്ക് വലിയ തീരെ ഇഷ്ടമല്ല. അങ്ങനെ ഉണ്ണിയൊന്നും പൊട്ടാതെ റെഡിയാക്കി ടേബിളിൽ കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ അവിടെ നിന്ന് കൊണ്ടു വെച്ചപ്പോഴത്തേനും ഓരോ സ്കൂളിലൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ സ്കൂളിൽ വിശേഷം പറഞ്ഞിട്ട് തീരുന്നില്ല കേട്ടോ ചെറിയ ആൾക്ക്. മൂത്താൾക്കാണെന്ന് വെച്ചെങ്കിൽ ഒന്നും പറയാനും പറ്റണില്ല. ഇവിടെ നിർത്തിയിട്ട് വേണ്ടേ പറയാൻ. അപ്പോൾ അതിന് തെറ്റിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഓൾറെഡി കഴിയട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ പോകുമ്പോൾ ഉണ്ടാക്കി വെച്ചതായിരുന്നു കേട്ടോ. ഓളത് ഞാൻ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ മാവിട്ട് ഓൾ അതിൽ എന്തോ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഓൾ കുട്ടിക്ക് ഇരിക്കാനുള്ള കസേര എന്നാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് അതിൽ ഉണങ്ങാൻ വെച്ചിരിക്കുന്നു സ്കൂൾക്ക് പോകുമ്പോൾ. എന്നിട്ട് വന്നിട്ട് അതിൽ പെയിൻറ്റ് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മൂത്താളടുത്ത് പറഞ്ഞു പോയിട്ട് ഒരു കോഴിമുട്ട വാങ്ങിച്ചിട്ട് വായോ പറഞ്ഞിട്ട് ഓൾ ചില്ലറ പൈസ ഒക്കെ എന്നെ ഇഷ്ടപ്പെടുത്തിയിട്ട് പോവുകയാണ് കേട്ടോ. ചാടിത്തുള്ളി പോകുന്നുണ്ട്. തിരിച്ച് വന്നപ്പോൾ മുട്ട രണ്ടും പൊട്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. പൂച്ച കാലുമ്പോൾ കൂടെ കയറിയിട്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ.